ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. അങ്ങനെ +2 അക്കൗണ്ടൻസി എക്സാം എത്താറായി. നിങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, ഡൺ. യെസ്, അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 20 മാർക്സിന് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടൻസിയുടെ കൂടെ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് PYQ ക്വസ്റ്റ്യൻസും അതിന്റെ കണക്ടിങ് ഫാക്ട്സും കൂടിയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അതേപോലെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട, നോക്കിക്കൊണ്ട് പോകേണ്ട ഏരിയാസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് വേഗം എല്ലാവരും ഒരു നോട്ട്ബുക്ക്, പെന്ന്, പെൻസില്, ബുക്കൊക്കെ, ടെക്സ്റ്റ് ഒക്കെ കയ്യിൽ കരുതാ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് കിട്ടാത്ത ആൻസേഴ്സ് എഴുതിയെടുക്കുക. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എടാ, അപ്പൊ നമ്മള് PYQ ക്വസ്റ്റ്യൻസിലൂടെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. The function used for the preparation of loan repayment schedule in LibreOffice Calc. അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് LibreOffice Calc എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ. കണ്ടോ, ലോൺ റീപേയ്മെന്റിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ് ആ ഫംഗ്ഷൻ വരുന്നത്. PMT ആണല്ലേ, PMT ഫംഗ്ഷൻ ആണ് ശരി ഉത്തരം. ലോൺ റീപേയ്മെന്റ് PMT ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം നോക്കിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. സോ ഫംഗ്ഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുകളഞ്ഞേക്കരുത്. യെസ്, അടുത്ത ദിവസം നോക്കണം. Which of the following is not a system generated ledger account in GNU-Kata? GNU-Kata നമ്മൾ അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ്, സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്ത, സിസ്റ്റം ജനറേറ്റഡ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഏതാണ് GNU-Kata-യിലെ സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്ത ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ എക്സാമ്പിൾ ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലെ, ക്യാഷ് ആണ് സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്ത ഒരു ലെഡ്ജർ അക്കൗണ്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത് നോക്കിക്കേടാം. ഡാറ്റ വിൽ ബി സേവ്ഡ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുർ ഇറ്റ് സെക്യൂരിറ്റീസ്. അല്ലെ, അതിന്റെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഡാറ്റ നമ്മളൊരു എൻക്രിപ്റ്റഡ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. നെയിം ദ സെക്യൂരിറ്റി ഫീച്ചർ ഓഫ് CAS റെഫേർഡ് ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. യെസ്, അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് എക്സാമിന്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഏരിയ, ഡോണ്ട് മിസ് ടു കവർ ദിസ് ഏരിയ. ഓക്കെ, അവിടെ നമുക്ക് വരുന്ന കറക്റ്റ് ആൻസർ ഏതാണ്? ഏതാണ് ആ സെക്യൂരിറ്റി ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? ഇറ്റ്സ് ഡാറ്റ വോൾട്ട് ആണ് അല്ലെ, ഡാറ്റ വോൾട്ട് ആണ് വരുന്ന സെക്യൂരിറ്റി ഫീച്ചർ. ഓക്കെ ആണ്. അപ്പോ ഇതേപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കിയേക്കാം. ദെൻ നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദ റിസൾട്ട് ഓഫ് ദി ഫംഗ്ഷൻ 2349.9876 - 2 will be എത്രയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2400 ആയിട്ടാണ് അല്ലെ. ഇവിടെയും ഒരു റൗണ്ട് അപ്പ് ഫംഗ്ഷൻ, എഗെയിൻ ഫംഗ്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ ആരും തന്നെ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് ഫംഗ്ഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫംഗ്ഷൻസ് മസ്റ്റ് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ഓക്കെ, അവിടെ നോക്കിക്കേടാ. യെസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ LibreOffice Calc. LibreOffice Calc-ല് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, then അതേപോലെ തന്നെ കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്കറിയാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും അവിടെ മെൻഷൻ ചെയ്യുക, എഴുതാന്നുള്ളതാണ് കേട്ടോ. നോക്കുക, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ ചാർട്ട് ഇൻ LibreOffice Calc. അല്ലെ, നിങ്ങൾ LibreOffice Calc-ല് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഈസിയസ്റ്റ് ഫോമില് നമുക്ക് LibreOffice Calc-ല് എങ്ങനെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് അല്ലെ. ആദ്യം നേരെ ഇൻസേർട്ട് എന്ന ഓപ്ഷൻ എടുക്കാം. ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കണം. നമ്മൾ ലാബിൽ ഇരുന്ന് ചെയ്ത ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് വേണം ഇതേപോലെ എഴുതാനായിട്ട് കേട്ടോ. സ്റ്റെപ്സ് ഒക്കെ നിങ്ങളുടെ എക്സാമിന് എപ്പോഴും ചോദിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെയോ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ സ്റ്റെപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇൻസേർട്ടിലെ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ചാർട്ട് വിസാർഡിലോട്ട് പോകും അല്ലെ. ചാർട്ട് വിസാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചാർട്ട് വിസാർഡിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യും? ചാർട്ട് ടൈപ്പ്, നമുക്ക് വേണ്ട ചാർട്ട് ടൈപ്പ് ഏതാണെന്നുള്ള ചൂസ് ചെയ്യും. ആ ചാർട്ട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊടുത്തു കഴിഞ്ഞാൽ
ഫിനിഷ് എന്നൊരു ഓപ്ഷൻ വരും. അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താണ് ഇത്രയാണ് നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പൊ മെയിൻ തിങ് ഇതാണ്, ഇൻസേർട്ട് ടാബ് എടുക്കുക, ചാർട്ട് എന്ന ഓപ്ഷൻ എടുക്കുക, ചാർട്ട് വിസാർഡ്, ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വെരി വെരി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ്. ചാർട്ട്സിന്റെയും ഗ്രാഫ്സിന്റെയും ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഇറ്റ്സ് ക്രിയേറ്റ് എ വിഷ്വൽ എഫക്ട്സ് ആണ് അല്ലെ. ഒരു വിഷ്വൽ എഫക്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിംഗ് വിഷ്വൽ എഫക്ട് എന്നോ അല്ലെങ്കിൽ വിഷ്വൽ അപ്പീൽ എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് എഴുതാം. ദെൻ അടുത്തതാണ് വെരി ഈസി ടു റീഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ടു റീഡ് ദി ഡാറ്റ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം എന്തിന്റെ അഡ്വാൻറ്റേജസ് വരുന്നതാണ്? ചാർട്ട്സിന്റെയും ഗ്രാഫ്സിന്റെയും അഡ്വാൻറ്റേജസ് ആണ്. നമ്മളൊരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ കണ്ടൻസ്ഡ് ആയിട്ട് സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ടു റീഡ് ദ ഡാറ്റ ആൻഡ് ക്രിയേറ്റ്സ് എ വിഷ്വൽ അപ്പീൽ എന്നുള്ളത് പഠിച്ചേക്കാം. യെസ്, അടുത്ത് നോക്കിക്കളാം. സ്പെസിഫൈ ദി അക്കൗണ്ട് ഗ്രൂപ്പ് സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനോകാട്ട. ഇവിടെ ഈ ലെഡ്ജർ അക്കൗണ്ട്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ABCD. ഈ ഓരോ ഓപ്ഷൻസിന്റെയും സ്പെസിഫൈ ദ അക്കൗണ്ട് ഗ്രൂപ്പ്, ഏത് അക്കൗണ്ട് ഗ്രൂപ്പ് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. സ്യൂട്ടബിൾ ഫോർ ദി ഓൾ ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ്, താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് മെൻഷൻ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഓരോന്നും അറിയാം ഏത് ടേമിലാണ് പെടുന്നതെന്നുള്ളത്. നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. DEALER ഡീലർ എന്ന കോഡ് വെച്ച് ഓരോ ടേംസും അതിന്റെ എക്സാമ്പിൾസും അതിന് ഇൻക്രീസിങ് ഡിക്രീസിങ് എഫക്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ പർച്ചേസസ് എന്തിന് എക്സാമ്പിൾ ആണ്? പർച്ചേസസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെ. പർച്ചേസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതെന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് ആണെങ്കിലോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസെറ്റ്സ്. കറണ്ട് അസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന്. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡിന് പകരം ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആവില്ല, പകരം ഇൻഡയറക്റ്റ് ഇൻകം ആവില്ല, പകരം എക്സ്പെൻസ് ആയിരിക്കും. ഇവിടെ റിസീവ്ഡ് ആണ്, നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതാണ്, ഫേമിന് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്തായത്? ഇൻകം ആയത് കേട്ടോ. നമ്മൾ പേ ചെയ്താണെങ്കിൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻസ് എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇവിടെ കംപ്ലീറ്റ് ദ പേറോൾ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ബൈ റൈറ്റിംഗ് ദ ഫോർമുല. നിങ്ങളോട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. DA കമ്പ്യൂട്ട് ചെയ്യുക, ഗ്രോസ് പേ, ടോട്ടൽ ഡിഡക്ഷൻസ് ആൻഡ് നെറ്റ് പേ ഓഫ് അഖിൽ ഇഫ് DA ഈസ് 10% ഓഫ് ബേസിക് പേ. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അഖിലിന്റെ പേര് തന്നിട്ടുണ്ട്, എത്രയാണ് ബേസിക് പേ, DA കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. ദെൻ ഗ്രോസ് പേ കമ്പ്യൂട്ട് ചെയ്യണം, ടോട്ടൽ ഡിഡക്ഷൻസ് കമ്പ്യൂട്ട് ചെയ്യണം, നെറ്റ് പേ കമ്പ്യൂട്ട് ചെയ്യണം. ഇത്രയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന ഹിന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനാ പറയുന്നത്? ഓരോന്നും കമ്പ്യൂട്ട് ചെയ്യാനാ പറയുന്നത്. അപ്പൊ DA എന്ന് പറയുന്ന ഒരു സംഭവം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് DA കമ്പ്യൂട്ട് ചെയ്യാം? DA മീൻസ് ബേസിക് പേ. എത്രയാണോ ബേസിക് പേ വരുന്നത് അതിന്റെ 10% ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇഫ് DA ഈസ് 10% ഓഫ് ബേസിക് പേ. കണ്ടോ? അപ്പൊ ബേസിക് പേയുടെ 10% ആണ് DA വരുന്നത്. ഓക്കെ ആണേ. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗ്രോസ് പേ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് പേ കമ്പ്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഗ്രോസ് പേ ഈക്വൽ ടു DA കിട്ടിക്കഴിഞ്ഞു. ദെൻ CCA കിട്ടിക്കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പേ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ സെൽ നമ്പർ 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളൊരു കാര്യവും കൂടി കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് എഴുതി പോവാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു പേറോൾ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പേറോൾ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, മസ്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് പേറോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, യെസ്. അടുത്ത് നോക്കടാ, കോഡ്സ്. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ കോഡ്സ്.
ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ CAS. CASൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ്, ഒരുപാട് കോഡ്സ് നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, വളരെ കുറച്ച് കോഡ്സേ പഠിക്കുന്നുള്ളൂ. ഒന്ന് സീക്വൻഷ്യൽ കോഡ്സ് വരുന്നുണ്ട്. സീക്വൻഷ്യൽ കോഡ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ദെൻ ബ്ലോക്ക് കോഡ്സ് അല്ലെ, സീക്വൻഷ്യൽ കോഡ്സ് വരുന്നുണ്ട്, ബ്ലോക്ക് കോഡ്സ് വരുന്നുണ്ട്, ദെൻ നിമോണിക് കോഡ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കോഡ്സ് ഒക്കെ നമുക്ക് എവിടെ വരുന്നുണ്ട്? CASൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സിൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം നമുക്കൊരു 3 to 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഇവിടെ അത് ചോദിക്കുകയുള്ളൂ കോഡ്സ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒരു 4 കോഡ്സ് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഓരോ ട്രിവാൻഡ്രം നമ്മൾ TVM റെപ്രസെന്റ് ചെയ്യുന്ന ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് കോഡ്, അല്ലെങ്കിൽ എറണാകുളം EKM അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് കോഡിന് ഉദാഹരണമാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് കോഡ്സ് എന്താണ്, നിമോണിക് കോഡ്സ് എന്താണ്, സീക്വൻഷ്യൽ എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ കോഡ്സും അതിന്റെ എക്സ്പ്ലനേഷൻസും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇറ്റ്സ് മോസ്റ്റ് റിപ്പീറ്റിംഗ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഏത് എക്സാമിന് നോക്കിക്കഴിഞ്ഞാലും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോഡ്സ് എന്നുള്ളത്. സോ നോക്കിയേക്കാം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് അവൈലബിൾ ഇൻ LibreOffice Calc ടു ഇൻപുട്ട് ദ ഡാറ്റ ഇൻ ടു എ വർക്ക് ഷീറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് എന്താ LibreOffice Calcല് ഒരുപാട് ഇൻപുട്ട് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, വേരിയസ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം ഡയറക്റ്റ് ഡാറ്റ എൻട്രി. നമുക്ക് നേരിട്ട് ഡാറ്റ എൻട്രി ചെയ്യാം, അതൊരു എക്സാമ്പിൾ അല്ലേ. ഡയറക്റ്റ് ഡാറ്റ എൻട്രി, നേരിട്ട് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഓട്ടോ ഫിൽ, ഡാറ്റ ഫിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ഫിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്, മറ്റ് സോഴ്സുകളിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ടിംഗ് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്, വേറെ ഏതെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു സോഴ്സസിൽ നിന്ന് ഡാറ്റ നേരെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തുടങ്ങിയതെല്ലാം എന്താണ്? ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് സോഴ്സസ് ആണ്. ഓക്കെ, ക്ലിയർ? Then differentiate between the functions and formulas. Functionsum formulasum എന്താണ് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. Functions is the designed by the software where formula is designed by but formula is used to defined ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഫങ്ഷൻസ് എന്താണ്? is designed by the software, ഓൾറെഡി ഡിസൈൻ ചെയ്യുന്നതാണ് ഓരോ ഫങ്ഷൻസും വരുന്നത്. ബട്ട് ഫോർമുല എന്ന് പറയുന്നത് യൂസർ ഡിസൈൻഡ് ആണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോഫ്റ്റ്വെയർ ഡിസൈൻഡും ദെൻ ഫോർമുലാസ് ആർ ദി യൂസർ ഡിസൈൻഡും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കാം. നിങ്ങൾക്ക് മാക്സിമം ഒരു 2 to 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരുള്ളൂ ഫംഗ്ഷൻസ്. ദെൻ ഒരു എക്സാമ്പിൾ കൊടുക്കുക ഫംഗ്ഷന്, ഫോർമുലയ്ക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അടിപൊളിയായിരിക്കും. ഓക്കെ ആണേ, ക്ലിയർ ആണേ പറഞ്ഞ കാര്യങ്ങൾ? യെസ്. അടുത്ത ദിവസം നോക്കിക്കടാ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻസ് ഗിവൺ ബിലോ. ഈ അക്കൗണ്ട്സ് ഏതാണ് ഇൻവോൾവ്ഡ്, വൗച്ചർ ടൈപ്പ് ഏതാണ്, ഫംഗ്ഷൻ കീ ഏതാണ് എന്നുള്ളത് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓരോ ട്രാൻസാക്ഷൻസ് വന്നിട്ടും അതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ഏതാണ്. ഫോർ എക്സാമ്പിൾ ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അവിടെ നമുക്ക് വരുന്നത് ബാങ്ക് അക്കൗണ്ടും ക്യാഷും ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാങ്കും ക്യാഷും ഒരു ട്രാൻസാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രിക്ക് ഉദാഹരണമാണ് അതെന്ന് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വൗച്ചർ ടൈപ്പ് ഏതാണ്? കോൺട്രയാണ്. ദെൻ ഫംഗ്ഷൻ കീ F8 ആണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്, വിട്ട് കളഞ്ഞേക്കരുത്, പഠിച്ചിട്ട് വേണം പോവാൻ. ഈ CASന്റെ ഒരു പ്രത്യേകതയുണ്ട്, 20 മാർക്സിന്റെ എക്സാം ഈസി ആയിട്ട് നമുക്ക് 20 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരു ടോപ്പിക്ക് പോലും കവർ ചെയ്യാതെ പോകരുത്, കാരണം സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ ലാബ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അതും ഓക്കെ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആർക്കും. സോ മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. നോക്കാം, വേജസ് പെയ്ഡ് ബൈ ചെക്ക്. ചെക്ക് ത്രൂ വേജസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരെണ്ണം അവിടെ എഫക്ട് ചെയ്യുന്ന വേജസ് ആണെങ്കിൽ മറ്റൊരു അക്കൗണ്ട് വരുന്ന ഏതായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും അല്ലെ. നമുക്കറിയാം ബാങ്ക് ത്രൂ ക്യാഷ് ആണെങ്കിൽ അവിടെ ക്യാഷ് അക്കൗണ്ട് വന്നേനെ, പക്ഷെ ഇവിടെ ചെക്ക് ത്രൂ ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് തന്നെ അവിടെ ഏതായിരിക്കും മറ്റൊരു അക്കൗണ്ട് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ആണ്. പേയ്മെന്റ് ടൈപ്പ് വരുന്നത് വൗച്ചർ ടൈപ്പ് പേയ്മെന്റ് ആണ്. എടാ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫംഗ്ഷൻ കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ വരുന്ന ഫംഗ്ഷൻ കീ? ഫംഗ്ഷൻ കീ ഈസ് F5. ഏതാണ്? F5 ആണ് ഇവിടത്തെ ഫംഗ്ഷൻ കീ വരുന്നത് കേട്ടോ. ക്ലിയർ? അടുത്ത് നോക്കാം, ഫർണിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസും ഹാരിസ് ട്രേഡേഴ്സിന് ക്രെഡിറ്റും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫർണിച്ചർ പർച്ചേസ്ഡ് അല്ലെ, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ. ഒരു ഫർണിച്ചർ ഇവിടെ മേടിച്ചിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്? ഫ്രം ഹാരിസ്. ഹാരിസിന്റെ കയ്യിൽ നിന്ന് ഒരു ഫർണിച്ചർ മേടിച്ചിരിക്കാൻ അവിടെ അല്ലെ. അപ്പൊ അത് ഏത് വൗച്ചറിലായിരിക്കും കാണിക്കുക? ജേണലിലാണ് കാണിക്കുക. മാറിപ്പോകരുത്. വൈ ജേണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം
ക്രെഡിറ്റ് ആണ്. ഇവിടെ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ എന്താ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ, കടമായിട്ടാണ് ഫർണിച്ചർ മേടിച്ചിരിക്കുന്നത്. അപ്പൊ കടമായിട്ട് ഫർണിച്ചർ മേടിക്കുമ്പോൾ നമ്മൾ എവിടെ കാണിക്കില്ല, പർച്ചേസ് ബുക്കിലോ സെയിൽസ് ബുക്കിലോ കാണിക്കില്ല. കാരണം എന്താ, അതെല്ലാം ക്രെഡിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്തതും പർച്ചേസ് ചെയ്തതും മാത്രമേ നമ്മൾ പർച്ചേസ് ബുക്കിൽ കാണിക്കുള്ളൂ അല്ലെ. ഫർണിച്ചർ ആണ് നമ്മൾ കടമായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഫർണിച്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്. The credit purchase of furniture will be shown only in the journal proper ആണ് കേട്ടോ. ജേണൽ പ്രോപ്പറിൽ മാത്രമേ കാണിക്കുള്ളൂ. F9 ആണ് അതിന്റെ കീ ഫംഗ്ഷൻ വരുന്നത് കേട്ടോ, ഫംഗ്ഷൻ കീ വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നോക്കണം. സോൾഡ് ഗുഡ്സ് ടു ബിനു. ബിനുവിന് ഗുഡ്സ് വിറ്റു. നമുക്കറിയാം ബിനു അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബിനു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. ഏതാണ് ഇവിടുത്തെ വൗച്ചർ ടൈപ്പ് വരുന്നത്? കൂടുതലൊന്നും ചിന്തിക്കാനില്ല, നമുക്കറിയാം സെയിൽസ് വൗച്ചർ തന്നെയാണ് വരുന്നത്. ഏതാണ്? സെയിൽസ് വൗച്ചർ ആണ്. ഫംഗ്ഷൻ കീ വരുന്നത് F6 ആണ് കേട്ടോ. F6 ആണ് ഫംഗ്ഷൻ കീ വരുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസും അതിന് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, വൗച്ചർ ടൈപ്പ് ഏതാണ്, ഫംഗ്ഷൻ കീ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ച്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ക്ലിയർ ആണ്, സെറ്റ് ആണെങ്കിൽ യെസ്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിക്കേടാ. Anandu, a +1 commerce student, created a database for his class with 2 tables. 2 tables ഉപയോഗിച്ചാണ് ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് in LibreOffice base, but he is unaware as how to connect them. Explain the steps he should take to create a relation between these tables. ഈ 2 ടേബിൾസ് ആയിട്ടുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി ഉപയോഗിച്ച സ്റ്റെപ്സ് ഏതൊക്കെയാ എന്നുള്ളതാണ്. നമുക്കറിയാം ടൂൾസ് എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ടൂൾസ് ടാഗിൽ പോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. ടൂൾസ് ടാഗില് റിലേഷൻഷിപ്പ് ടാബിൽ റിലേഷൻഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ടേബിൾസ് കൊടുത്താൽ മതി അല്ലെ. ആഡ് ടേബിൾസ് ഓർ മേക്ക് റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ വരും. ക്രിയേറ്റ് റിലേഷൻഷിപ്പ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടേബിൾ ടാബ് എടുക്കുക, ദെൻ അതിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ദെൻ ആഡ്, ദെൻ ഫൈനലി ക്രിയേറ്റ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിലുള്ള സ്റ്റെപ്സ് ഇതേപോലെ തന്നെ ആരോ കൊടുത്ത് കണക്ട് ചെയ്ത് തന്നെ കാണിക്കണം. കാരണം നിങ്ങളുടെ ആൻസർ കീ എങ്ങനെ ഇനിയായിരിക്കും, ഈ ആരോ കണക്ട് ചെയ്തായിരിക്കും പോയിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത്രയാണ് നമുക്ക് ഇവിടെ ഈ ഒരു PYQ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാന്നുള്ളത്, ഫംഗ്ഷൻസ് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, ദെൻ ഫംഗ്ഷൻസ് മോസ്റ്റ്ലി റിപ്പീറ്റഡ്, അതേപോലെ തന്നെ നിങ്ങളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വൗച്ചർ ടൈപ്സും അക്കൗണ്ട്സും ഫംഗ്ഷൻ കീസും കൂടി നോക്കാനുള്ളത്. യെസ്. ഇനി ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ CASനെ കുറിച്ചൊരു ഐഡിയ ആയി അല്ലെ. ഇന്ന ടോപ്പിക്സിനൊക്കെയാണ് വരേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ആൻസർ തനിയെ പറയാൻ പറ്റണം. നമ്മുടെ റിവിഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് തിരുവനന്തപുരം ഈസ് കോഡഡ് ആസ് TVM, ഞാനിപ്പോ പറഞ്ഞോളൂ, തിരുവനന്തപുരം TVM ആയിട്ടും പാലക്കാട് PKD ആയിട്ടും കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വിച്ച് കോഡിംഗ് സിസ്റ്റം? ഏതാണ് അവിടെ വരുന്നത്? സീക്വൻഷ്യൽ ആണോ, ബ്ലോക്ക് ആണോ, നിമോണിക് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. നമുക്കറിയാം പേര് ഷോർട്ട് ആക്കി ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നൺ അതർ ദാൻ നിമോണിക് കോഡിംഗ് സിസ്റ്റം ആണ് അല്ലെ. അവിടെ വരുന്നത് ഏതാണ്? നിമോണിക് കോഡിംഗ് സിസ്റ്റം ആണ്. ദെൻ വെരി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുല, സോഫ്റ്റ്വെയർ ഡെവലപ്ഡും യൂസർ ഡെവലപ്ഡും ആണെന്ന്. ദെൻ പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഈസ് കോൾഡ് വാട്ട്? എന്താണ് വിളിക്കുന്നത്? പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ച ഫോർമുലാസിനെ നമ്മൾ ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. എന്താണ്? ഫംഗ്ഷൻസ് ആണ്. അടുത്ത് നോക്കണം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, പർച്ചേസസ് ആണോ, ഏതാണ് ഈ പറഞ്ഞതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നതെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓഡ് വൺ? യെസ്, വെരി 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്കുക, ഇറ്റ്സ് പർച്ചേസസ് ആണ്. വൈ പർച്ചേസസ്? എന്തുകൊണ്ട് ഇവിടെ പർച്ചേസസ് ഒരു ഓഡ് വൺ ആയിട്ട് വന്നു? ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലും അതേപോലെ തന്നെ P&L ആണെങ്കിലും സിമിലർ നേച്ചർ ആണ്. വൈ? ബിക്കോസ് ഓൾ അതേഴ്സ്, ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഓൾ അതേഴ്സ് വെർ ദ ഡിഫോൾട്ട് ലെഡ്ജേഴ്സ് ഇൻ ജിനൂക്കാട്ട. ഡിഫോൾട്ട് ആണ് അല്ലെ. ഡിഫോൾട്ട് ആയിട്ട് ഓൾറെഡി ഉള്ള ലെഡ്ജേഴ്സ് ആയിരിക്കുള്ളൂ ബാക്കി പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും പർച്ചേസസ് മാത്രമാണ് ഡിഫോൾട്ട് അല്ലാത്ത ലെഡ്ജർ അക്കൗണ്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? യെസ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിന്റെ സിൻടാക്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സിൻടാക്സും ഓരോ ഫംഗ്ഷൻസും അതിന്റെ സിൻടാക്സും കൂടി കവർ ചെയ്തേക്കണം. കാരണം സിൻടാക്സും എഴുതാനായിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സിൻടാക്സ് നമ്മൾ കാണാതെ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 to 3 ടൈംസ് ഒന്ന് എഴുതി നോക്കാം. 1-2 തവണ വായിച്ചിട്ട് ആ സിൻടാക്സ് ഒന്ന് എഴുതി നോക്കാം. പിന്നെ ലാബ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഓക്കെ, അപ്പൊ കൗണ്ട് ഇഫിന്റെ സിൻടാക്സ് ഇതാണ്. ഈക്വൽ ടു സൈൻ അല്ലെ, ഈക്വൽ ടു സൈൻ ഇടാ. ദെൻ കൗണ്ട് ഇഫ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ദെൻ റേഞ്ച്, എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ള റേഞ്ചും ക്രൈറ്റീരിയ, നമുക്ക് എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ, നമ്മൾ എന്ത് ആണോ അവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അത്രയാണ് അവിടെ നമുക്ക് വരുന്നത്. ദെൻ കോൺകാറ്റിനേറ്റ് ആണെങ്കിലോ ഈക്വൽസ്, വീണ്ടും കോൺകാറ്റിനേറ്റ് എന്ന് മെൻഷൻ ചെയ്യുക. ദെൻ ഓരോ ടെക്സ്റ്റും ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2 എന്ന രീതിയിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി മറ്റൊരു കോളത്തിൽ കോൺകാറ്റിനേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ? അതാണ് അതിന്റെ സിൻടാക്സ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ സിൻടാക്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കണം. എഗെയിൻ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ്. ചാർട്ടിന്റെയും ഗ്രാഫിന്റെയും എനി 2 അഡ്വാൻറ്റേജസ്. അതായത് ഇതിപ്പോ കുറച്ചധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആരും തന്നെ പഠിക്കാതെ പോയേക്കരുത്. ഈ സെയിം ക്വസ്റ്റ്യൻ സെയിം അഡ്വാൻറ്റേജസ് തന്നെ ചോദിക്കുന്നുണ്ട്. 2 3 അതിൽ കൂടുതൽ പോയിട്ടേ ഇല്ല. നമുക്കറിയാം വിഷ്വൽ എഫക്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. വിഷ്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വിഷ്വൽ അപ്പീലിംഗ് ആണ് എന്നുള്ള പോയിന്റ് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ക്യുക്ക് അനാലിസിന്, വളരെ ക്യുക്കായിട്ട് അനലൈസ് ചെയ്യാൻ അനാലിസിന് സഹായിക്കുന്നു. ദെൻ ഈസി ടു റീഡ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ റീഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. തുടങ്ങിയ അഡ്വാൻറ്റേജസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോക്കുക, റൈറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്. ഈ താഴെ പറയുന്ന ഓരോ ചാർട്ട്സും എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോളം ചാർട്ട്, പൈ ചാർട്ട്, ഇതെല്ലാം എന്താണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾസ് ഓർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ചാർട്ടിൽ വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചാർട്ട്സിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് അല്ലെ. ഓരോ പർപ്പസിനനുസരിച്ചാണ് നമ്മൾ ഈ ഓരോ ചാർട്ടും യൂസ് ചെയ്യുന്നത്. കോളം ചാർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? കോളം ചാർട്ട് ദാറ്റ് അലൗസ് ദ യൂസേഴ്സ് ടു ക്വിക്ക്ലി അനലൈസ് ആൻഡ് കമ്പ്യൂട്ട് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഡാറ്റ. ക്വിക്ക്ലി, വളരെ ക്വിക്ക്ലി അനലൈസ് ചെയ്യാനും, ക്വിക്ക്ലി അനലൈസ് ആൻഡ് കമ്പയർ, കണ്ടോ, ക്വിക്ക്ലി അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും, ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഡാറ്റ ക്വിക്ക്ലി അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനുമായിട്ടാണ് കോളം ചാർട്ട് ഉപയോഗിക്കുന്നത്. പൈ ചാർട്ട് is an helps to organize and show the data പെർസെന്റേജ്, കണ്ടോ, ഡാറ്റ പെർസെന്റേജ് ഓഫ് ടോട്ടൽ, ആകെ വരുന്ന ടോട്ടലിന്റെ എത്ര പെർസെന്റേജ് ആണ് ആ ഒരു പർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനം വരുന്നേന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൈ ചാർട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. കോളം ചാർട്ട് എന്താണ്? ഇറ്റ്സ് ഈസി ടു ക്വിക്ക്ലി അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ കമ്പയർ ചെയ്യാനൊക്കെ കോളം ചാർട്ടാ. 2001 ഇതേപോലെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 2001 ഇങ്ങനെയായിരുന്നു, 2 ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു കമ്പാരിസൺ നടത്താനായിട്ട് നമ്മളത് സഹായിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റ ടൈപ്പ് ആൻഡ് എനി 2 ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പും നമ്മൾ പഠിച്ചതാണ്, അതിന്റെ 2 ഡാറ്റ ടൈപ്പും നമുക്കറിയാം അല്ലെ. ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്പ് വരുന്നതെന്നുള്ളതും അതിന്റെ 2 ഡാറ്റ ടൈപ്സും. ഡാറ്റ ടൈപ്പ് ഡിഫൈൻസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ ദാറ്റ് വി ഇന്റൻഡഡ് ടു സ്റ്റോർ ഇൻ എ ടേബിൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റയാണ് that we should do store in a table, ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ആ ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാന്ന് വെച്ചാൽ ടെക്സ്റ്റ് പറയാം, നമ്പർ പറയാം, ദെൻ ഡെസിമൽ പറയാം, പിന്നെ ടൈം പറയാം, ഡേറ്റ് പറയാം. ഇതെല്ലാം നമുക്ക് എന്താണ്? എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കരുതും ഡാറ്റ ടൈപ്പോ അതെന്താന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ടൈപ്പിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ്, നമ്പർ, ഡെസിമൽ, ടൈം, ഡേറ്റ്, ഇതെല്ലാം ഡാറ്റ ടൈപ്സിന്റെ ഉദാഹരണങ്ങളാണ്. ദെൻ നോക്കുക, അഗെയിൻ എക്സ്പ്ലെയിൻ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS. CASന്റെ ഏതെങ്കിലും 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കറിയാം, ഒന്ന് പാസ്വേഡ് സെക്യൂരിറ്റി അല്ലെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് പാസ്വേഡ് സെക്യൂരിറ്റി. എടാ ഇത് ജസ്റ്റ് ഞാൻ ഈ പോയിന്റ് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്യണം, അതിന്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കണം കേട്ടോ. ഇവിടെ ഡാറ്റ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു, ദെൻ 2 ഡാറ്റ ഓഡിറ്റ് പറഞ്ഞു കേട്ടോ. ഡാറ്റ ഓഡിറ്റും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ്. 3 ഡാറ്റ വോൾട്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ കൂടി നിങ്ങളൊന്ന് നോക്കിയേക്കണം.
ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്, അതിന്റെ എക്സ്പ്ലനേഷൻസ് പഠിച്ചേക്കാം കേട്ടോ. ഇനി നോക്കാം, എക്സ്പ്ലെയിൻ എനി 3 ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ഏതെങ്കിലും 3 ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. അത് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അറിയാം. ഏതെങ്കിലും 3 അതിന്റെ സിൻടാക്സും. എഗെയിൻ റിപ്പീറ്റിംഗ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ടോപ്പിക് ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും കവർ ചെയ്തിട്ട് പോകണം. ഓരോ ഫങ്ഷൻസും അതിന്റെ സിൻടാക്സും ചോദിക്കും. അതിലൊന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ പി എം ടി നമ്മൾ പറഞ്ഞു അല്ലെ, ലോൺ റീപേയ്മെന്റ് PMT ഫംഗ്ഷൻ പറഞ്ഞു. അതേപോലെ തന്നെ PMT ഫംഗ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഫംഗ്ഷൻസിലും ഏതെങ്കിലും നിങ്ങൾക്ക് 3 കൃത്യമായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 3 ഫംഗ്ഷൻസും അതിന്റെ സിൻടാക്സും ഭംഗിയായിട്ട് എഴുതാം കേട്ടോ. Okay, what is payroll and explain the components of payroll. Payroll നമുക്കറിയാം, payroll is the process of paying compensation to companies employees for a work done in a certain period of time. ഒരു certain period of timeല് എംപ്ലോയീസ് ചെയ്യുന്ന വർക്കിന് certain period of timeല് എംപ്ലോയീസ് ചെയ്യുന്ന വർക്കിന്റെ കോമ്പൻസേഷൻ ആണ്, എംപ്ലോയീസ് വർക്കിന്റെ കോമ്പൻസേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ പേറോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പേറോൾ എന്താണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അഗെയിൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് പേറോൾ. ഈ പേറോള് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് പറയാം ഏർണിങ്സ് അല്ലെ. ഏർണിങ്സിൽ വരുന്ന ഐറ്റംസ് ആടാ ഈ പറഞ്ഞ DA, ദെൻ HRA, TA, ടോട്ടൽ അലവൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കവിടെ പറയാം. ഇനി ഡിഡക്ഷൻസ് വരുന്നുണ്ട്. എക്സാം കമ്പോണൻസിൽ വരുന്ന മറ്റൊന്നാണ് ഡിഡക്ഷൻസ്. മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന പേറോൾ എന്താണെന്നും അതിന്റെ കമ്പോണൻസും ആണ്. ഏർണിങ്സും വരുന്നുണ്ട്, ഡിഡക്ഷൻസും വരുന്നുണ്ട്. ഡിഡക്ഷനിൽ നിന്ന് വരുന്നതാണ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, PF, ദെൻ PF ലോൺസ്. ഇതെല്ലാം എന്താണ്? ഡിഡക്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഏർണിങ്സും ഡിഡക്ഷൻസും എന്താണ്? കമ്പോണൻസ് ഓഫ് പേറോൾ, പേറോളിന്റെ കമ്പോണൻസ് ആണ്. ക്ലിയർ ആണല്ലോ? Yes, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ജിനു കാർഡ്. ജിനു കാർഡയുടെ ഏതെങ്കിലും 3 ഫീച്ചർ. ഫ്രീ ആൻഡ് ഓപ്പൺ ആണ്, നമുക്കറിയാം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, വളരെ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം, അതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്താണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ് എന്നുള്ള കാര്യങ്ങളും. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് ഓഫ് ജിനു കാർഡയുടെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയേക്കാ. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാനുള്ളത് നിങ്ങളോട്. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നുള്ളത് ഒന്ന് കൺവേ ചെയ്യുക. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. അത് ആ ടോപ്പിക്സ് എല്ലാം ഒന്നും കൂടി ഇരുന്ന് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. 20 മാർക്സ് ആണ്, വളരെ കുറച്ച് പോർഷൻസേ ചോദിക്കുകയുള്ളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ 1 to 4 to 3 മാർക്സ് ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കായിരുന്നു പോയി എക്സാം എഴുതാം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.